ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 11ാമത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ക്ലാസ്സായിട്ട് കാണണ്ട, ജസ്റ്റ് ഡിസ്കഷനായിട്ട് നമുക്കൊന്ന് കണ്ടാൽ മതി. വലിയ കാര്യങ്ങളില്ല. ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ അത്രയും വീഡിയോ ആയിരുന്നു കുറച്ച് പാടുള്ളത്. കുറച്ചെന്ന് പറയുമ്പോൾ 2-3 വീഡിയോ മാത്രമേ ഉള്ളൂ കുറച്ചായിട്ട് പാടുള്ളത്. ഇനി വരുന്നതൊന്നും വലിയ പാടുകളുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് വൈകാരിക മാനവും മാപനവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് വരാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു കണ്ടിന്യൂഷൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ, നമ്മുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും ഒരു മിക്സാണ്. ഇപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൈകാരിക മാനവും മാപനവും, ഇമോഷണൽ കോഷ്യൻ്റ്, EQ. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വൈകാരിക മാനവും മാപനവും, ഇമോഷണൽ കോഷ്യൻ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മുടെ സൈക്കോളജി പഠിക്കുന്നതിന് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. IQവുമായി താരതമ്യം ചെയ്യുമ്പോൾ EQ, ഇമോഷണൽ കോഷ്യൻ്റ്, അതാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ IQവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ EQ ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ ആണ്. അപ്പോൾ IQവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ EQ ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ ആണ്. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ ആണ് വൈകാരിക ബുദ്ധിയുടെ വക്താവെന്ന് പറയുന്നത്. വൈകാരിക ബുദ്ധിയുടെ വക്താവാരാണ്? ഡാനിയൽ ഗോൾഡ്മാൻ ആണ്. വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ശോധകങ്ങൾ തയ്യാറാക്കിയവർ ആരൊക്കെയാണ്? നമ്മുടെ ജോൺ ഡി മേയർ, പീറ്റർ സലോവി. അപ്പോൾ നമ്മുടെ വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ശോധകങ്ങൾ തയ്യാറാക്കിയവർ ആരൊക്കെയാണ്? ജോൺ ഡി മേയറും പീറ്റർ സലോവിയുമാണ്. അപ്പോൾ വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ഈ ഒരു ആരോ അത് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കും. ഓക്കെ, അപ്പോൾ വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ശോധകങ്ങൾ തയ്യാറാക്കിയവർ ആരൊക്കെയാണ്? ജോൺ ഡി മേയറും പീറ്റർ സലോവിയും. അടുത്ത പോയിന്റ്, ആർജിക്കാൻ കഴിയുന്ന ഒരു ശേഷിയാണ് വൈകാരിക ബുദ്ധി. അപ്പോൾ ആർജിക്കാൻ കഴിയുന്ന ഒരു ശേഷിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നു. അടുത്ത പോയിന്റ്, സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വൈകാരിക ബുദ്ധിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു വൈവിധ്യമാർന്ന അനുഭവങ്ങൾ എന്താണ്? നമ്മുടെ വൈകാരിക ബുദ്ധിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് വേറെ ഒന്നും നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മളൊരു മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, നിങ്ങളൊരു സാമൂഹിക ജീവിയാണ്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. അത് വെച്ച് ഇതിനെന്ത് ചെയ്യുക? ക്രിട്ടിസൈസ് ചെയ്യുക. അടുത്ത പോയിന്റ്, കുടുംബത്തിലും വിദ്യാലയത്തിലും ഇത്തരം ധാരാളം അനുഭവങ്ങൾ കുട്ടികൾ ലഭിക്കണം. അപ്പോൾ കുടുംബത്തിലും വിദ്യാലയത്തിലും എന്ത് ചെയ്യണം? ഇത്തരമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അത്തരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ലഭിക്കണം. വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവന് അക്കാദമിക നേട്ടവും പഠന നേട്ടങ്ങളും എന്ത് ചെയ്യുന്നു? അതും വർദ്ധിപ്പിക്കാമെന്ന് എന്ത് ചെയ്യുന്നു? പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ വൈകാരിക ബുദ്ധി, ഒരു വ്യക്തിയുടെ വൈകാരിക ബുദ്ധി വികസിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തും കൂടെ കിട്ടും? അക്കാദമിക നേട്ടവും വർദ്ധിക്കും എന്നാര് പറഞ്ഞു? നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നു. അടുത്ത പോയിന്റ്, വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വൈകാരിക ബുദ്ധി കൂടുതലുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പ്രത്യേകതകൾ കാണിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകതകൾ ഇതിലേതെങ്കിലും ഉണ്ടാകുന്ന നോക്കുക. എന്തൊക്കെയാണ്? നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു,
പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നു, വികാരങ്ങളെ തിരിച്ചറിയുവാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുവാനും അനായാസം സാധിക്കും. അപ്പോൾ വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? അവൻ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, അവൻ പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നു, അവൻ വികാരങ്ങളെ തിരിച്ചറിയുവാനും അവൻ ഔചിത്യപൂർവ്വം അവ പ്രകടിപ്പിക്കുവാനും അനായാസം ഒരു വ്യക്തിക്ക്, എന്താ പറയുമ്പോൾ നമ്മുടെ വൈകാരിക ബുദ്ധി കൂടുതലുള്ള വ്യക്തിക്ക് അവന് സാധിക്കും. അടുത്ത പോയിന്റാണ് വൈകാരിക ബുദ്ധിയെ ഗുണപരമായി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സഹവർത്തിത പഠന രീതികൾ, രണ്ടാമത്തേത് സമസംഘ പഠനം, മൂന്നാമത്തേത് പ്രോജക്റ്റുകൾ, നാലാമത്തേത് സെമിനാറുകൾ, അഞ്ചാമത്തേത് സംവാദങ്ങൾ, ആറാമത്തേത് ഗ്രൂപ്പുകൾ, ഏഴാമത്തേത് സംഘമായുള്ള കളികൾ. അപ്പോൾ ഒരു വ്യക്തിയുടെ വൈകാരിക ബുദ്ധിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഗുണപരമായിട്ട് സ്വാധീനിക്കുന്ന, നിങ്ങളൊരു വൈകാരിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഗുണപരമായി, അതായത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ താഴെ പറഞ്ഞത്. എന്തൊക്കെയാണ്? സഹവർത്തിത പഠന രീതികൾ, ഗ്രൂപ്പ് സ്റ്റഡികൾ, പിന്നെന്താണ്? സമസംഘ പഠനം, പിന്നെ പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘമായുള്ള കളികൾ. അടുത്ത പോയിന്റ് ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം വൈകാരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം എന്താണ്? ഇമോഷണൽ കോമ്പീറ്റൻസ്, വൈകാരിക ക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക ക്ഷമത, ഇമോഷണൽ കോമ്പീറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പോയിന്റ് അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകുന്ന അവസരങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലായുള്ളവരാണ് വൈകാരിക ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു അമിതമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠയുണ്ടാകുന്ന ഒരു അവസരത്തിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ച് അവന് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് കൂടുതലുണ്ടെങ്കിൽ അവൻ ആരാണ്? അവൻ വൈകാരിക ബുദ്ധിയുള്ളവനാണ്. അപ്പോൾ അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത്? വൈകാരിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ജീവിത വിജയത്തിൻ്റെ സൂചകമായി ഐക്യുവിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തി നമ്മുടെ ഡാനിയൽ ഗോൾമാൻ. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് എന്താണ്? ജീവിത വിജയത്തിൻ്റെ സൂചകമായി ഐക്യുവിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച വ്യക്തി ആരാണ്? നമ്മുടെ ഡാനിയൽ ഗോൾമാനാണ്. അടുത്ത പോയിന്റ് ഐക്യു ഉയർന്ന വ്യക്തിക്കും വൈകാരിക ബുദ്ധി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഐക്യു, നമ്മുടെ ഇൻ്റലിജൻസ് ഉയർന്ന ഒരു വ്യക്തിക്കും എന്താണ്? വൈകാരിക ബുദ്ധി കുറവായിരിക്കും എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ചു ചെയ്യുക. ജീവിത വിജയത്തിൻ്റെ സൂചകമായിട്ട് ഐക്യുവിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ. അതേപോലെ തന്നെ എന്താണ്? ഒരു വ്യക്തിക്ക് ഐക്യു ഉയർന്നതാണെങ്കിലും അവൻ്റെ വൈകാരിക ബുദ്ധി കുറവായിരിക്കുമെന്നാണ് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് അഗ്രഷനും ഫ്രസ്ട്രേഷനും. നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, സിനിമകളിലൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് അഗ്രഷനും ഫ്രസ്ട്രേഷനും. അത് പറയുന്നത് എന്താണ്? തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണമെന്ന് പറയുന്നപ്പോൾ നമ്മൾ ഒരാൾ ദ്രോഹിച്ചു, അപ്പോൾ അങ്ങനെ ദ്രോഹിച്ചവനോട് തിരിച്ച് പ്രതികരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്രമണമെന്ന് പറയുന്നത്. മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം. അപ്പോൾ മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സമായോജന തന്ത്രമാണ് എന്തെന്ന് പറയുന്നത്? ആക്രമണമെന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ആക്രമണാത്മക പെരുമാറ്റം ഉടലെടുക്കുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരു ആക്രമണോത്സുകത അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം ഉടലെടുക്കുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? മോഹഭംഗം, ഫ്രസ്ട്രേഷൻ, അതേപോലെ തന്നെ എന്താണ്? പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവാത്ത അവസ്ഥ. അപ്പോൾ മോഹഭംഗം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ആക്രമണോത്സുകത ഉണ്ടാകുന്നു. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു. ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു.
ശാരീരിക ക്ഷമതയിലുള്ള കുറവുണ്ടാകുമ്പോൾ, താഴ്ന്ന അഹംബോധമുണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ താൻ കഴിവില്ലാത്തവനാണെന്ന ആ ഒരു തോന്നൽ, സ്വന്തം ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ. അടുത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു വ്യക്തിയിൽ ആക്രമണാത്മക പെരുമാറ്റം ഉടലെടുക്കുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? മോഹഭംഗം, അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയും, പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവാത്ത ആ ഒരവസ്ഥ. രണ്ടാമത്തേത് മാനസിക സംഘർഷം, അവൻ്റെ മനസ്സിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ. ദുരനുഭവം, വലിയ മനപ്രയാസമുണ്ടാക്കിയ അനുഭവങ്ങൾ ഒരു മനുഷ്യരെ ആക്രമണ പെരുമാറ്റത്തിന് കൊണ്ടുചെന്നെത്തിക്കാം. അതേപോലെ തന്നെ ശാരീരിക ക്ഷമതയിലുള്ള കുറവ്, നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശക്തിയില്ലായ്മ എന്ത് ചെയ്യുന്നു? അങ്ങനെ കൊണ്ടെത്തിക്കുന്നു. താഴ്ന്ന അഹംബോധം, താൻ കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു തോന്നൽ. പിന്നെന്താണ്? ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ. അടുത്ത പോയിന്റ് പറയുന്നത് വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകുന്ന പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ തുടങ്ങിയവ മോഹഭംഗത്തിന് കാരണമാകുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ ഒരു പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകുന്ന പാരിസ്ഥിതികമായ തടസ്സങ്ങൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മോഹഭംഗത്തിന് കാരണമാകുന്നു. അടുത്ത പോയിന്റ്, ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പിരിമുറക്കമാണ് നമ്മുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഒരു സമയത്ത് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന, അതാണോ ഇതാണോ എന്നുള്ള ആ ഒരു പിരിമുറുക്കത്തെയാണ് എന്തെന്ന് പറയുന്നത്? മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറയില്ലേ, അത് ഇതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീരില്ല. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് ഇത് നമ്മുടെ ലൈഫിൽ ചിലർക്ക് കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അതിൽ പറയുന്നത് വിഷമകരമായ ഒരു സാഹചര്യം മൂലമുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ അവസ്ഥയായി എന്ത് ചെയ്യാം? നമുക്ക് സമ്മർദ്ദത്തെ നിർവചിക്കാം. അപ്പോൾ ഒരു വിഷമകരമായ ഒരു സാഹചര്യം മൂലമുണ്ടാകുന്ന നമ്മുടെ ഒരു വ്യക്തിയുടെ മാനസിക പിരിമുറുക്കത്തിൻ്റെ അവസ്ഥയാണെന്ത്? സമ്മർദ്ദമെന്ന് പറയാമെന്നാണ് പറയുന്നത്. അടുത്ത് ജീവിതത്തിലെ ഭീഷണികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്വാഭാവിക മനുഷ്യ പ്രതികരണമാണ് നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവിതത്തിലെ നമ്മുടെ ഭീഷണികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്വാഭാവിക മനുഷ്യ പ്രതികരണമാണ് എന്തെന്ന് പറയുന്നത്? സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം. അപ്പോൾ മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ കാരണമാകുന്ന പ്രതിഭാസമാണ് മാനസിക സംഘർഷമെന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ആ സെയിം സാധനമാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ്, വ്യക്തിയിൽ ഒരേ സമയം വിരുദ്ധങ്ങളായ രണ്ട് ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പിരിമുറുക്കവും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. നമ്മളിപ്പോൾ പറഞ്ഞത് ആ സെയിം തന്നെയാണ് പിന്നെയും പറയുന്നത്. ഒരു വ്യക്തിയിൽ ഒരേ സമയം തന്നെ വിരുദ്ധങ്ങളായ രണ്ട് ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ വിരുദ്ധങ്ങളായ അതുമല്ല ഇതുമല്ലാത്ത രണ്ട് ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു? പിരിമുറുക്കവും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. നമ്മൾ പറഞ്ഞ കാര്യമാണ് പിന്നെയും പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലുണ്ടാകുന്ന പോരായ്മകൾ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കാം. അപ്പോൾ ഒരു വ്യക്തിയും അതേപോലെ തന്നെ പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലുണ്ടാകുന്ന പോരായ്മകൾ എന്ത് ചെയ്യാം? ഒരു വ്യക്തിയെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കാം. മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ത്? മാനസികമായ സംഘട്ടനം. അപ്പോൾ ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? മാനസികമായ സംഘട്ടനമെന്ന് പറയുന്നത്. അപ്പോൾ മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ക്ഷീണം, രണ്ടാമത്തേത് സങ്കടാവസ്ഥ, ആക്രമണം, ഏകാഗ്രതക്കുറവ്, അതേപോലെ തന്നെ ഓർമ്മക്കുറവ്. അപ്പോൾ മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ക്ഷീണം, സങ്കടാവസ്ഥ, ആക്രമണം, ഏകാഗ്രതക്കുറവ്, അതേപോലെ തന്നെ ഓർമ്മക്കുറവ്.
അപ്പോൾ മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത പോയിന്റ്, ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അനാരോഗ്യകരമായ പെരുമാറ്റത്തിന് എന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രെസ് കാരണമായേക്കാം. അപ്പോൾ ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അനാരോഗ്യകരമായ പെരുമാറ്റത്തിന് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സ്ട്രെസ് കാരണമായേക്കാം. അടുത്ത പോയിന്റ്, ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘടനകൾ തീക്ഷ്ണമായിരിക്കും. ഈ സംഘടനത്തിൽ വ്യക്തികൾ കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യും. നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്താണ്, ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘടനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും മാനസിക സംഘടനത്തിൽ എത്തിപ്പെടാം. അത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ എക്സ്ട്രീം ലെവലിലായിട്ടൊക്കെ പോവും. അപ്പോൾ ആ ഒരു സമയത്തിൽ എന്താണ്, ആ ഒരു സംഘടനത്തിൽ വ്യക്തികൾ കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും അപ്പോഴെന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നമ്മുടെ ഒരു സൈഡ് ഹെഡിങ് ആണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ. കുറച്ച് മാർഗങ്ങളുണ്ട്, ഒരു 4 മാർഗങ്ങൾ, 4 കൂടുതൽ കാണും. അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദത്തിൻ്റെ കാരണം എന്ത് ചെയ്യുക, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുക. രണ്ടാമത് പറയുന്നത് വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക, പങ്കാളിയാകാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഹോബികൾ കണ്ടെത്തുക. നമ്മളൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ടീച്ചർമാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോ ഹോബി എഴുതി കൊടുക്കുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ, ഓരോ ഹോബികൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. പല ഹോബികളായിരിക്കും പല ആൾക്കാർക്ക്. അതേ അടുത്ത് പറയുന്നത് എന്താണ്, യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവ ശീലമാക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, യോഗ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ശ്വസന വ്യായാമങ്ങൾ, അതൊക്കെ എന്തെങ്കിലും നമ്മുടെ യോഗയിൽ തന്നെ വരും. പിന്നെന്താണ്, ധ്യാനം, ഇതൊക്കെ എന്താണ് യോഗയിൽ വരുന്ന കാര്യം. ഇതൊക്കെ എന്ത് ചെയ്യുക, ശീലമാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഒരു മനുഷ്യനായി അവൻ എന്ത് ചെയ്യുക, അവൻ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അറിയാമല്ലോ. അപ്പോൾ ഇതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സമ്മർദ്ദത്തിൻ്റെ കാരണം, ഒരു വ്യക്തി അവൻ്റെ കാരണം എന്താണെന്ന് അറിയുക, വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ അവൻ ശ്രമിക്കുക, ഹോബികൾ കണ്ടെത്തുക, അതേപോലെ തന്നെ എന്താണ്, യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവ ശീലമാക്കുക. അടുത്ത പോയിന്റാണ്, സമ്മർദ്ദപൂരിതമായ ആധുനിക ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാൻ പഠിക്കുകയാണ് ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 100% ഉണ്ടെങ്കിൽ ഒരു 70%, 80% ആൾക്കാർ എന്താണ്, സമ്മർദ്ദപൂരിതമാണ്. അപ്പോൾ ഈ ഒരു ആധുനിക ജീവിതത്തിലെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാൻ പഠിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ്, അതിശക്തമായ ആകുലത ഉത്കണ്ഠയായിട്ട് മാറും. അപ്പോൾ ഈ ആകുലത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിശക്തമായിട്ടുള്ള ആകുലത എന്ത് ചെയ്യുന്നു, അതൊരു ഉത്കണ്ഠയായിട്ട് മാറും. അത് മനസ്സിന് എന്ത് ചെയ്യുന്നു, വേദനാകരമായ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിശക്തമായ ഒരു ആകുലത ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക്. അതെന്ത് ചെയ്യും, അവൻ ആകുലത മാറിയിട്ട് അത് നേരെ ഉത്കണ്ഠയിലോട്ട് പോകും. അതെന്ത് ചെയ്യുന്നു, ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അത് അവൻ്റെ മനസ്സിന് വേദനകരമായ ഒരു അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ്. അടുത്ത പോയിന്റ്, സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ. നമുക്കറിയാം എന്താണ്, ഒരു കാര്യം സംഭവിക്കുകയോ ഇല്ലെന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ, മലയാളം കുറച്ച് പാടാണ്, അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എന്ത്, നമ്മുടെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഉത്കണ്ഠ അനുഭവപ്പെടുമ്പോൾ ആ സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ ഒരു ഉത്കണ്ഠ അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവൻ നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു.
അടുത്ത് ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ. ഉത്കണ്ഠ ഉള്ളവർ കാണിക്കുന്ന പ്രകടിതമായ രൂപങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ്? വിഷാദഭാവം. പിന്നെന്താണ്? അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, മൂഡ് സ്വിങ്, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം. ഇതൊക്കെ ഒരു ഉത്കണ്ഠയുള്ള ഒരു മനുഷ്യൻ്റെ പ്രകടിത രൂപങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിഷാദം, അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, മൂഡ് സ്വിങ് നമുക്കറിയാം. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം. അപ്പോൾ ഇതൊക്കെയാണ് ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങളെന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയർ. എന്താണ്? സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയർ. അതിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്ക് ഫോബിയാസ്. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിൽ എക്സാമിൽ വെള്ളത്തെക്കുറിച്ചുള്ള പേടി, ഹൈഡ്രോഫോബിയ, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഡെപ്തിനെ കുറിച്ചുള്ള പേടി, നമ്മുടെ തീയെക്കുറിച്ചുള്ള പേടി, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഇതാണ് ഇവിടെയും പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫോബിയാസ് ആണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഫോബിയാസ് വരുന്ന എവിടെയാണ്? നമ്മുടെ സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഫോബിയാസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫോബിയാസ് എന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണോ എന്ന് നോക്കാം. അത് തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. എല്ലാ ആളുകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ്? ഭയമുണ്ടാകും. ഒരു സാധാരണ ഒരു മനുഷ്യനാകുമ്പോൾ എന്താണ്? അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അതേപോലെയുള്ള കാര്യങ്ങൾക്കും എന്താണ്? ഭയം നല്ലതാണ്. പക്ഷേ ഭയം എന്താണ്? ഭയം ഒരു സമയത്ത് നമുക്കത് നെഗറ്റീവായിരിക്കും, ഒരു സമയത്ത് നമുക്ക് പോസിറ്റീവായിരിക്കും. നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഭയത്തിനെ എടുക്കുക. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അത് നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോഴേ പറയുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, എല്ലാ ആളുകൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ്? ഭയമുണ്ടായിരിക്കും. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ യുക്തിരഹിതമായി ഒരു പ്രത്യേക വസ്തുവിനെയോ ഒരു പ്രത്യേക സാഹചര്യത്തെയോ പ്രത്യേക സ്ഥലത്തെയോ ഭയപ്പെടുന്നതാണ് ഫോബിയ എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്കും എനിക്കും എന്താണ്? ഭയം എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഭയമില്ലാത്ത മനുഷ്യന്മാരില്ല. അതൊക്കെ ഇല്ല എന്ന് പറയുന്നെങ്കിൽ അവനെന്താണ്? മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഭയം എന്താണ്? ഭയം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എന്താണ് പ്രശ്നം? എന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ യുക്തിരഹിതമായ ഒരു പ്രത്യേക വസ്തുവിനെയോ ഒരു പാറ്റയെ കാണുമ്പോഴോ ഒരു നമ്മുടെ മനുഷ്യനെ കാണുമ്പോഴോ അതേപോലെ തന്നെ പ്രത്യേക മൃഗത്തെ കാണുമ്പോഴോ പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തെയോ പ്രത്യേക സ്ഥലത്തെയോ ഭയപ്പെടുന്നതാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് ഭയമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാളെ കണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഹൈക്കിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മളൊരു അട്ടയെ കണ്ട് പേടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഈ ഫോബിയയിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അടുത്ത നമ്മുടെ പോയിന്റ് പറയുന്നത് ഭയവും ഫോബിയയും. ഈ ഭയം എന്ന് പറയുന്ന സംഭവം, ഫോബിയ എന്ന് പറയുന്ന സംഭവം രണ്ടും നമ്മൾ കേൾക്കുമ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കും. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭയം ഒരു ഫോബിയ അല്ല. ഭയം എന്ന് പറയുന്നത് എന്തല്ല? ഫോബിയ അല്ല. ഭയം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ ഒരാൾ വന്നിങ്ങനെ പെട്ടെന്ന് തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കും. കാരണം അത് നമ്മുടെ ഭയമാണ്. അത് നമ്മുടെ തട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ചെയ്യും, ആ ഭയം അങ്ങ് പോകും. എന്നാൽ ഫോബിയ എന്തല്ല? അത് താൽക്കാലികമല്ല. ഭയം എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലികമാണ്. പക്ഷേ ഫോബിയ എന്ന് പറയുന്നത് എന്തല്ല? താൽക്കാലികം അല്ല. ഭയം ജീവിതത്തിലെ ഒരു സാധാരണവും ആവശ്യകരവുമായ ഭാഗമാണ്. പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു, ഭയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു ആവശ്യകരവുമായ ഒരു ഭാഗമാണ് നമ്മുടെ ഭയമെന്ന് പറയുന്നത്. ഭയാനകമായ സാഹചര്യങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതിനും അനിവാര്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് എപ്പോൾ രക്ഷ നേടണമെന്ന് തീരുമാനിക്കുന്നതിനും ഭയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ്? നമ്മൾ ഒരു അനിവാര്യമല്ലാത്ത, നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, അതേപോലെ തന്നെ നമ്മളെപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ എന്താണ്? നമുക്ക് ഭയം വേണം. മനസ്സിലായല്ലോ? ഭയം എന്ത് ചെയ്യുന്നു? ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത പോയിന്റ്, സാധാരണ സാഹചര്യങ്ങളിൽ യുക്തി ഉപയോഗിച്ച് ഭയം നിയന്ത്രിക്കാനാകും. അറിയാമല്ലോ, ചില ഭയങ്ങൾ, നമ്മളിപ്പോൾ ഒരു പട്ടി നമ്മളെ ഓട്ടിക്കാൻ വരുമ്പോൾ പട്ടിയുടെ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തോടെ പോവുകയാണ്, അപ്പോൾ പട്ടിയുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് പട്ടി കടിക്കോ അടിക്കില്ലോ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് പണിയും കിട്ടും. അപ്പോൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭയത്തെയൊക്കെ നിയന്ത്രിക്കാനും പറ്റും.
അപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ യുക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഭയം നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ രാത്രി ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു ഇല ഇങ്ങനെ അനങ്ങുമ്പോൾ നമുക്കൊരു മനുഷ്യൻ നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു ഇല നിൽക്കുന്നത് കണ്ട് നമ്മൾ പേടിക്കുന്നതാണ്. അപ്പോഴെന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഭയം അവിടെ പോകും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയോ യുക്തിഹീനമാക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? സാധാരണ സാഹചര്യങ്ങളിൽ യുക്തി ഉപയോഗിച്ച് നമ്മുടെ ഭയം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ എന്താണ്? അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയോ യുക്തിഹീനമാക്കുകയോ ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, ഭയം പൊതുവെ എല്ലായ്പ്പോഴും ഏതെങ്കിലും വസ്തുവിലോ പ്രതികൂല സാഹചര്യത്തിലോ ഉള്ള നിഷേധാത്മക അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ എന്താണ്? എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു വസ്തുവിലോ പ്രതികൂല സാഹചര്യത്തിലോ ഉള്ള നിഷേധാത്മക ഒരു സാഹചര്യത്തിലോട്ടുള്ള ഒരു നിഷേധാത്മക അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭയം എന്ന് പറയുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ സെയിം സാധനമാണ് ഇവിടെയും പറയുന്നത്. മനസ്സിലായല്ലോ? ഉദാഹരണം പറയുന്നത് എന്താണ്? കുട്ടിക്കാലത്ത് ഒരു നായ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നായ്ക്കളെ ഭയപ്പെട്ടേക്കാം. നിങ്ങൾ കുട്ടിക്കാലത്ത് പോകുന്ന വഴിക്ക് എന്താണ്? ഒരു നായ നിങ്ങളെ ആക്രമിച്ചു. അപ്പോൾ എന്താണ്? ഇപ്പോഴും ആ നായയെ കാണുമ്പോൾ അല്ലെങ്കിൽ നായകളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു പേടി വന്നേക്കാം. അതാണ് ഉദാഹരണം പറയുന്നത്. അടുത്ത പോയിന്റ്, വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയമുള്ള ഒരു വ്യക്തിക്ക് വിമാനത്തിൽ കയറുമ്പോൾ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ഉണ്ടാകാം. പക്ഷേ ആ ലക്ഷണങ്ങൾ സ്വയം നിയന്ത്രിക്കുവാനും കഴിയും. വിമാനയാത്ര അത്യാവശ്യമാണെന്ന് വന്നാൽ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക തന്നെ ചെയ്യും. ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്താണ്? വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയമുള്ള ഒരു വ്യക്തിക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയമാണ്. വിമാനത്തിൽ കയറുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷേ എന്താണ്? ആ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെയാണ്? നിങ്ങൾക്ക് അവിടെ പോയാലേ പറ്റൂ. ഇപ്പോൾ നമ്മളിപ്പം പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ പോയാലേ പറ്റൂ. അപ്പോഴെന്ത് ചെയ്യുക? അവരത് കൺട്രോൾ ചെയ്താലേ പറ്റൂ. അപ്പോൾ അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് എന്ത് ചെയ്യും? അത് നമ്മൾ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു ഇഞ്ചക്ഷൻ, ചിലവർക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. പക്ഷേ ഇൻ കേസ് നമ്മൾ ആ കൊറോണ വന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ, ഇഞ്ചക്ഷൻ പേടിയുള്ളവരും എന്ത് ചെയ്തു? അവർ ഇഞ്ചക്ഷൻ വച്ചു. ഇത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ്, ഇതേ സാഹചര്യത്തിൽ ഫോബിയ ഉള്ള ആളുകൾ എന്തെങ്കിലും കാരണം കണ്ടെത്തി അവർ ആ യാത്ര തന്നെ ഒഴിവാക്കും. ഇതേ സാഹചര്യത്തിൽ നമ്മുടെ ഫോബിയ ഉള്ള ഒരാളാണെങ്കിൽ എന്താണ്? അവൻ എത്ര അത്യാവശ്യമാണെങ്കിലും അവൻ എന്ത് ചെയ്യുക? അവൻ പോകില്ല. അവൻ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി അവൻ എന്ത് ചെയ്യും? അവൻ ആ യാത്രയെ തന്നെ ഒഴിവാക്കും. അതാണ് ഫോബിയയും ഭയവും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത പോയിന്റ്, ഫോബിയ ഉള്ള ആളുകൾ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് തെളിവുകൾ ഹാജരാക്കിയാലും അവരെ നിരന്തരമായി ആ ഭയം അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഫോബിയ ഉള്ള ഒരു വ്യക്തിയെ കണ്ടു, അവനോട് പറഞ്ഞു ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇഞ്ചക്ഷനൊക്കെ ചെറിയ ചെറിയ പരിപാടിയാണ്. അതേപോലെ തന്നെ ഈ ഫോബിയ അവനിപ്പോൾ ഒരു തവളയെ കാണുമ്പോഴാണ് പേടിയെന്ന് വിചാരിച്ചു. അപ്പോൾ തവളയെ അടുത്തുകൊണ്ടെടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ്? അവൻ ആ പേടി എന്ത് ചെയ്യില്ല, അവൻ മാറില്ല. അവൻ ഇങ്ങനെ അത് പിന്നെയും അതെന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു ഭയം എന്ത് ചെയ്യും? അവനെ അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അടുത്ത്, ഭയം എന്ന രോഗം കാലക്രമേണ മാറും. ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ഭയത്തെ ഒഴിവാക്കാൻ സഹായകമാവുമെങ്കിലും വ്യക്തമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഭയം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭയം എന്ന് പറയുന്ന ഭയം രോഗമാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? കാലക്രമേണ എന്ത് ചെയ്യുന്നു? അത് മാറും. ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ഭയത്തെ ഒഴിവാക്കാൻ സഹായകമാകുമെങ്കിലും ഒരു വ്യക്തമായ ചികിത്സ ലഭിച്ചാൽ എന്ത് ചെയ്യും? അത് ഭയമൊക്കെ എന്ത് ചെയ്യും? കറക്റ്റ് ഒരു ചികിത്സ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതങ്ങ് മാറിപ്പോകും. അടുത്ത പോയിന്റ്, നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഫോബിയ ഒരു ജീവിയെ പ്രേരിപ്പിക്കുന്നു. ഇത് ഒരു തരം മാനസിക വിഭ്രാന്തിയാണ്. അപ്പോൾ ചില നമ്മുടെ സ്ത്രീകളെ കാണുമ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ട്. അതിന് ഒരു പേര് പറയും, എന്തോ ഞാൻ പേര് മറന്നു. ആ ഒരു ഫോബിയ ഉള്ളവരെന്താണ്? അവർക്ക് സ്ത്രീകളെ കാണുമ്പോൾ പേടിയാണ്. അതേപോലെ തന്നെ പുരുഷന്മാരെ കാണുമ്പോൾ പേടി, അതേപോലെ തന്നെ നമ്മുടെ ജലത്തെ കാണുമ്പോൾ പേടി, അങ്ങനെ പലതരം പേടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് ഒരു തരം എന്താണ്? മാനസിക വിഭ്രാന്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൈറ്റിനെ പേടിയുള്ളവരുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ്, ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങളാണ് ഏതൊക്കെയെന്നാണ് നോക്കുക. ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു വ്യക്തിയെ നിഷേധാത്മകമായി വിമർശിക്കുവാനുള്ള, വിലയിരുത്തുവാനുള്ള സാഹചര്യം.
അപ്പോൾ ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങളാണെന്ത്? ഒന്നാമത് പറയുന്നത് ഒരു വ്യക്തിയെ നിഷേധാത്മകമായി വിമർശിക്കുവാനുള്ള അല്ലെങ്കിൽ വിലയിരുത്തുവാനുള്ള സാഹചര്യം. അടുത്ത് പറയുന്നത് എന്താണ്? അടുത്ത് പറയുന്നത് ഒരു വ്യക്തിയെ അപമാനിതനാകുമോ എന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വേവലാതി. അപ്പോൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ അപമാനിതനാകുമോ എന്ന് പറയുന്ന സാഹചര്യത്തെക്കുറിച്ച്, നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരുടെ ഇടയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരും കൂടെ സംസാരിക്കുമ്പോൾ എന്താണ്, നമ്മൾ ആകുമോ എന്നൊരു പേടി നമുക്ക് കാണുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അടുത്ത് അപരിചിതരുമായി ഇടപഴകാനോ സംസാരിക്കാനോ ഉള്ള ഭയം. അപ്പോൾ അപരിചിതരുമായിട്ട് എന്താണ്, ഇടപഴകാനോ സംസാരിക്കാനോ ഉള്ള ഭയം എന്താണ്? അത് ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ എന്ന ഉത്കണ്ഠ, ഇതും എന്താണ്? ഭയം ജനിപ്പിക്കുന്ന സാധാരണ സാഹചര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ സാഹചര്യങ്ങൾ വേറെ ഒന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ കാണാം, അതേ ഇവിടെ പറയുന്നുള്ളൂ. അടുത്ത് ഫോബിയയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു ഫോബിയ ഉണ്ടെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുതലായിരിക്കും, അവൻ വിറയ്ക്കും, അവൻ വിയർക്കും, അതേപോലെ എന്താണ്, അവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും, അവൻ്റെ മനസ്സെങ്ങനെയായിരിക്കും? ഒരു ശൂന്യമായിരിക്കും, അവന് പേശിമുറുക്കം ഉണ്ടായിരിക്കും, അവന് തലകറക്കമുണ്ടായിരിക്കും, പിന്നെന്താണ്, അവന് ഓക്കാനവും സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോബിയയുടെ ലക്ഷണങ്ങൾ. ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട, സിമ്പിളാണല്ലോ. ഇപ്പോൾ ഫോബിയയുടെ ലക്ഷണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇത്രയും അവൻ കാണിക്കും. അടുത്ത് ഫോബിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഫോബിയയെ കുറച്ച് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പാരമ്പര്യ സ്വഭാവം. അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ പാരമ്പര്യമായിട്ട് എന്താണ് ആ ഒരു ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് കിട്ടാം. അടുത്ത് മസ്തിഷ്ക ഘടന, തലച്ചോറിൻ്റെ ഘടന, നമ്മുടെ തലച്ചോറിൻ്റെ ഘടന, മസ്തിഷ്ക ഘടന എന്താണ്? നമ്മുടെ ഫോബിയയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പിന്നെന്താണ്? അവൻ്റെ പരിസ്ഥിതി. മനസ്സിലായല്ലോ? അവൻ്റെ പരിസ്ഥിതി എന്ത് ചെയ്യും? അവനെ സ്വാധീനിക്കും. അപ്പോൾ ഫോബിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഇതൊക്കെയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഫോബിയയുടെ വകഭേദങ്ങൾ. ഫോബിയയ്ക്ക് തന്നെ പല വകഭേദങ്ങളുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട രണ്ടോ മൂന്നോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വകഭേദങ്ങളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഫോബിയകളെ ഉത്കണ്ഠാ വൈകല്യങ്ങളായി അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആയി കണക്കാക്കുകയും അവയെ 3 വ്യത്യസ്ത തരങ്ങൾ, അപ്പോൾ 3 വ്യത്യസ്ത തരങ്ങളായി എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോബിയകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്കണ്ഠാ വൈകല്യങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ട് കണക്കാക്കുകയും അവയെ എന്ത് ചെയ്തു? 3 വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് നമ്മുടെ അഗോറോഫോബിയ എന്ന് പറയും. അപ്പോൾ എന്താണ് അഗോറോഫോബിയ എന്ന് നോക്കാം. അഗോറോഫോബിയ എന്നത് എന്താണ്? ഒരു തരം ഉത്കണ്ഠാ രോഗമാണ്, നമുക്കതറിയാം. അടുത്ത് പറയുന്നത് എന്താണ്? ഒഴിവാക്കാനാവാത്ത സ്ഥലത്തോ സാഹചര്യത്തിലോ കുടുങ്ങുമെന്ന ഭയം. തൽഫലമായി ഫോബിക് വ്യക്തി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങും. ചില സന്ദർഭങ്ങളിൽ ഈ ഭയം വളരെ വ്യാപകമാവും, അതിഭയങ്കരവും ആകാം. ഒരു വ്യക്തി സ്വന്തം വീട് വിടാൻ പോലും ഭയപ്പെടുന്നു. ഇത് ഞാൻ ഇതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ്? ഒഴിവാക്കാനാകാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അതേപോലത്തെയുള്ള സാഹചര്യത്തിലോ ഒരു മനുഷ്യൻ അവന് അവിടെ ആ ഒരു സ്ഥലം ഒഴിവാക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് ആ ഒരു മനുഷ്യൻ കുടുങ്ങുമെന്ന അവൻ്റെ ഉള്ളിലെ ഭയം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവന് അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ ഫോബിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോബിക് വ്യക്തി അത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കാൻ തുടങ്ങും. ഉദാഹരണം, ആൾക്കൂട്ടത്തെ ഒരു വ്യക്തിക്ക് പേടിയുണ്ട്, അവൻ എന്ത് ചെയ്യും? ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോവും? അവൻ ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോവില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ഭയം എന്ത് ചെയ്യുന്നു? വളരെ വ്യാപകവും അതിഭയങ്കരവുമാകാം. ഉദാഹരണം, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവൻ ആൾക്കൂട്ടത്തിനിടയിൽ പോകുന്നതിന് ഒരു പേടിയുണ്ട്. അവൻ എന്ത് ചെയ്യും? പിറ്റേ ദിവസം അവൻ നമ്മുടെ ആൾക്കൂട്ടത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കോവിലോ പള്ളിയിലോ എവിടെയെങ്കിലും ഉത്സവം അങ്ങനെ എന്തെങ്കിലും നടന്നു, അപ്പോഴെന്താണ് ആ ഒരു പയ്യൻ എന്ത് ചെയ്യില്ല? അവൻ വീട്ടിൻ്റെ പുറത്തിറങ്ങില്ല. കാരണം എന്താണ്? അവനത് പേടിയാണ്. അപ്പോഴെന്ത് ചെയ്യുന്നു? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വ്യക്തി സ്വന്തം വീട് വിടാൻ പോലും ഭയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, പൊതുഗതാഗതം ഉപയോഗിക്കുന്നത്, തുറന്നതോ അടച്ചതോ ആയ സ്ഥലങ്ങളിൽ നിൽക്കുക, വരിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ആയിരിക്കുക തുടങ്ങിയ ഒരു യഥാർത്ഥ സാഹചര്യത്തെ ഫോബിക് വ്യക്തി ഭയപ്പെടുന്നു. ഈ ഫോബിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലുള്ള ഫോബിക് ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു മനുഷ്യൻ പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് അവന് ചിലപ്പോൾ പേടിയായിരിക്കാം. തുറന്നതോ അടച്ചതോ ആയ സ്ഥലങ്ങളിൽ നിൽക്കുക, അവന് ആങ്സൈറ്റി, നമ്മുടെ ഒരു ഭയമുണ്ടായിരിക്കാം. വരിയിൽ നിൽക്കുക അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലായിരിക്കുക,
ഇതൊക്കെ എന്ത് ചെയ്യാം, അവന് ഭയം അനുഭവപ്പെടാം തുടങ്ങിയ ഒരു യഥാർത്ഥ സാഹചര്യത്തെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോബിക് വ്യക്തി ഭയപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോബിക് വ്യക്തി ഭയപ്പെടുന്നു. അടുത്ത പോയിന്റ്, പാനിക് അറ്റാക്ക് ഒരിക്കൽ വന്ന വ്യക്തിയിൽ അഗോറോഫോബിയ കൂടുതലായും കാണപ്പെടുന്നു. അപ്പോൾ പാനിക് അറ്റാക്ക് ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയൺമാൻ്റെ സിനിമയിൽ ഒരു ഡോണട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി വരുന്ന സമയത്ത് അത് പാനിക് അറ്റാക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയൺമാൻ ഇങ്ങനെ പോയിട്ട് അയൺമാൻ്റെ സ്യൂട്ടിൻ്റെ അകത്ത് കയറിയിട്ട് എന്തോ അറ്റാക്ക് എന്നാണ് പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല, അതാണെന്നാണ് തോന്നുന്നത്. പോട്ടെ. അപ്പോൾ പാനിക് അറ്റാക്ക് ഒരിക്കൽ വന്ന വ്യക്തിയിൽ, അപ്പോൾ ഒരു വ്യക്തിയിൽ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഗാറോഫോബിയ കൂടുതലായും കാണപ്പെടുന്നു. അപ്പോൾ പാനിക് അറ്റാക്ക് ഒരിക്കൽ വന്ന വ്യക്തിയിൽ എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിൽ അഗാറോഫോബിയ എന്ത് ചെയ്യുന്നു, കൂടുതലായും കാണപ്പെടുന്നു. ഇത് മറ്റൊരു ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയും വീണ്ടും അത് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിൽ കാണുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, അവൻ പോകാതെ എന്ത് ചെയ്യുന്നു, അവൻ അവിടെ നിന്ന് ഒഴിവാക്കി അങ്ങ് പോകുന്നു. അത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ്, അഗാറോഫോബിയ ഉള്ള ആളുകൾക്ക് പൊതുവെ പ്രത്യേകിച്ച് ആൾക്കൂട്ടം ഒത്തുചേരുന്ന ഏത് സ്ഥലത്തും സുരക്ഷിതത്വം അനുഭവപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ അഗാറോഫോബിയ ഉള്ള ആളുകൾക്ക് എന്താണ്, പൊതുവെ അതായത് പ്രത്യേകിച്ച് ആൾക്കൂട്ടം ഒത്തുചേരുന്ന ഏത് സ്ഥലത്തും സുരക്ഷിതത്വം എന്ത് ചെയ്യില്ല, അവർക്ക് അനുഭവപ്പെടില്ല. അടുത്ത പോയിന്റ്, അഗാറോഫോബിയ ചികിത്സ വെല്ലുവിളി നിറഞ്ഞതാകാം. കാരണം എന്താണ്, ഇത് സാധാരണയായിട്ട് ഭയങ്ങളെ അഭിമുഖീകരിക്കുക എന്നതാണ് ചികിത്സാ രീതി. എന്നാൽ സൈക്കോതെറാപ്പിയും മരുന്നുകളും ഉപയോഗിച്ച് അഗാറോഫോബിയയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ത് ചെയ്യാം, കൂടുതൽ നമുക്ക് ആസ്വാദ്യകരമായ ജീവിതം നയിക്കാം. അപ്പോൾ പറയുന്നത് എന്താണ്, അഗാറോഫോബിയ ചികിത്സാ വെല്ലുവിളി നിറഞ്ഞതാകാം. കാരണം എന്താണ്, കാരണം എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഗാറോഫോബിയുള്ള വ്യക്തി ചികിത്സാ രീതിയിൽ ചെയ്യുന്ന എന്താണ്, അവൻ ആ ഭയങ്ങളെ അഭിമുഖീകരിക്കണം. ഇതാണ് ചികിത്സാ രീതി. ഇപ്പോൾ കുറച്ച് ടൈറ്റ് പരിപാടി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ചികിത്സ എന്ന് പറയുന്നത് അവൻ എന്താണോ ഭയം എന്ത് ചെയ്യണം, അതിനെ അവൻ അഭിമുഖീകരിക്കണം. ഇതാണ് ചികിത്സ. അപ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പോൾ എന്നാൽ സൈക്കോതെറാപ്പിയും മരുന്നുകളും ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അഗാറോഫോബിയ വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡറായ അഗാറോഫോബിയയിൽ അകപ്പെട്ട വ്യക്തി എന്ത് ചെയ്യാം, ആ ഒരു കെണിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി അവൻ്റെ ജീവിതം എന്ത് ചെയ്യാം, കൂടുതൽ ആസ്വാദ്യകരമായിട്ട് നയിക്കാനും അവനെ കൊണ്ട് പറ്റും. അടുത്ത പോയിന്റ്, അഗാറോഫോബിയ ഉള്ള വ്യക്തിക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, അത് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഗാറോഫോബിയ ഉള്ള വ്യക്തിക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോവുക, ആൾക്കൂട്ടം അല്ലെങ്കിൽ വരിയിൽ കാത്തിരിക്കുക, സിനിമാ തിയേറ്ററുകൾ, എലിവേറ്ററുകൾ അല്ലെങ്കിൽ ചെറിയ സ്റ്റോറുകൾ പോലുള്ള അടച്ച ഇടങ്ങൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, പാലങ്ങൾ അല്ലെങ്കിൽ മാളുകൾ പോലുള്ള തുറന്ന ഇടങ്ങൾ, ബസ്, വിമാനം അല്ലെങ്കിൽ ട്രെയിൻ പോലുള്ള പൊതുഗതാഗതം ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്താണ്, അഗാറോഫോബിയ ഉള്ള ഒരു വ്യക്തിക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് പുറത്തു പോവുക, ആൾക്കൂട്ടം അല്ലെങ്കിൽ വരിയിൽ കാത്തിരിക്കുക, സിനിമാ തിയേറ്ററുകൾ, എലിവേറ്ററുകൾ അല്ലെങ്കിൽ ചെറിയ സ്റ്റോറുകൾ പോലുള്ള അടച്ച ഇടങ്ങളിൽ പോവുക, പാർക്കിംഗ് സ്ഥലങ്ങൾ, പാലങ്ങൾ അല്ലെങ്കിൽ മാളുകൾ പോലുള്ള തുറന്ന ഇടങ്ങളിൽ പോവുക, ബസ്, വിമാനം അല്ലെങ്കിൽ ട്രെയിൻ പോലുള്ള ഗതാഗതങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമ്മുടെ അഗാറോഫോബിയ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ എന്തുണ്ടാവും, അവന് ഉത്കണ്ഠ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, കാരണം എന്ന് പറയുന്നത് പരിഭ്രാന്തി അനുഭവപ്പെടുകയോ മറ്റേതെങ്കിലും സംഭവിച്ചാൽ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ രക്ഷപ്പെടാനോ സഹായം കണ്ടെത്താനോ കഴിയില്ലെന്നുള്ള ഭയമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ കാരണം എന്താണ്, അവന് പരിഭ്രാന്തി അനുഭവപ്പെടുകയോ അതേപോലെ തന്നെ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, അതേപോലെ തന്നെ സഹായം അവന് കിട്ടുമോ, അതൊക്കെ കഴിയില്ല എന്ന് ആ ഒരു ഭയമാണ് ആ ഒരു പരിഭ്രാന്തി വരാനുള്ള കാരണം. ഭയമോ ഉത്കണ്ഠയോ മിക്കവാറും നിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഭയമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഇതൊക്കെ നിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ ഫോബിയ എന്ന് പറയുന്ന ഇത് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അടുത്ത പോയിൻ്റാണ് സ്പെസിഫിക് ഫോബിയ. അപ്പോൾ നമ്മൾ അഗാറോഫോബിയ പറഞ്ഞു, അടുത്തതാണ് സ്പെസിഫിക് ഫോബിയാസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ചുള്ള ഭയത്തെയാണ് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നപ്പോൾ ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ചുള്ള ഭയം നമ്മൾ പറഞ്ഞു, പല വസ്തുക്കളെക്കുറിച്ചുള്ള ഭയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്.
സ്പെസിഫിക് ഫോബിയകൾ ദീർഘകാലം നിലനിൽക്കും. തീവ്രമായ ശാരീരികവും മാനസികവുമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ ജോലിസ്ഥലത്തോ സ്കൂളിലോ സാമൂഹിക ക്രമീകരണങ്ങളിലോ സാധാരണയായി പ്രവർത്തിക്കുവാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിനെന്തെയും നമ്മുടെ സ്പെസിഫിക് ഫോബിയ ബാധിക്കും. ഒന്നുകൂടി പറയാം. സ്പെസിഫിക് ഫോബിയകൾ ദീർഘകാലം നിലനിൽക്കും. തീവ്രമായ ശാരീരികവും മാനസികവുമായ പ്രതികരണങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഇത് കാരണമാകുന്നു. കൂടാതെ എന്താണ്? ജോലി സ്ഥലത്തോ സ്കൂളിലോ സാമൂഹിക ക്രമീകരണങ്ങളിലോ സാധാരണയായിട്ട് ഒരു മനുഷ്യന് പ്രവർത്തിക്കുവാനുള്ള കഴിവിനെ എന്ത് ചെയ്യും? ഇത് ബാധിക്കും. എന്ത് ബാധിക്കും? സ്പെസിഫിക് ഫോബിയ ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനമാണ് സ്പെസിഫിക് ഫോബിയ, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള പേടി. അടുത്ത്, സാധാരണ രീതിയിൽ പേടിക്കേണ്ടാത്ത ഒരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ അമിത ഭയം, അത് ഒരു സ്പെസിഫിക് ഫോബിയയുടെ പ്രധാന ലക്ഷണമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പേടിക്കേണ്ടാത്ത ഒരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള ഒരു അമിത ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് സ്പെസിഫിക് ഫോബിയയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. അടുത്ത പോയിന്റ്, സ്പെസിഫിക് ഫോബിയകൾ സാധാരണയായി സാഹചര്യങ്ങൾ, മൃഗങ്ങൾ, മെഡിക്കൽ, പരിസ്ഥിതി തുടങ്ങിയ 4 വ്യത്യാസ വിഭാഗങ്ങളിൽ ഒന്നിൽ പെടുന്നു. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ഫോബിയകൾ സാധാരണയായിട്ട് എന്താണ്? സാധാരണയായി സാഹചര്യങ്ങൾ, മൃഗങ്ങൾ, മെഡിക്കൽ, അതേപോലെ തന്നെ പരിസ്ഥിതി തുടങ്ങിയ 4 വ്യത്യാസ വിഭാഗങ്ങളിൽ ഒന്നിൽ പെടുന്നു. അടുത്ത, ചിലന്തികൾ, നായ്ക്കൾ, സൂചികൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഉയരങ്ങൾ, പറക്കൽ എന്നിവ പൊതുഭയ വസ്തുക്കളുടെ ചില ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ചിലന്തികൾ, നായ്ക്കളെ പേടി, സൂചികളെ പേടി, പ്രകൃതി ദുരന്തത്തെ പേടി, ഉയരത്തെ പേടി, പറക്കലിനെ പേടി, ഇതേപോലെയുള്ള പൊതുഭയ വസ്തുക്കളുടെ ചില ഉദാഹരണങ്ങളിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു സ്പെസിഫിക് ഫോബിയയുടെ ഇത് ഉൾപ്പെടുന്നു. അടുത്ത പോയിന്റ്, സ്പെസിഫിക് ഫോബിയകളുടെ പൊതുവായ ലക്ഷണം എന്താണ്? ഒരു ഭയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ എന്താണ്? സ്പെസിഫിക് ഫോബിയകളുടെ പൊതുവായ ലക്ഷണം എന്താണ്? ഒരു ഭയമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിമാനങ്ങൾ, വാഹനങ്ങൾ, അടച്ച ഇടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്നത് പോലുള്ള സാഹചര്യം. അപ്പോൾ എന്താണ്? നമ്മുടെ വിമാനങ്ങൾ, വാഹനങ്ങൾ, അതേപോലെ തന്നെ അടച്ച ഇടങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന പോലുള്ള സാഹചര്യങ്ങൾ. അടുത്തെന്താണ്? ഇടിമിന്നൽ വളരെ ഉയരത്തിൽ കയറുക, വെള്ളം, അതേപോലുള്ളവ. നമ്മുടെ ഇടിമിന്നൽ പേടിയുള്ളവരുണ്ട്, അതേപോലെ തന്നെ വളരെ ഉയരത്തിൽ കയറുമ്പോൾ പേടിയുള്ളവരുണ്ട്, അതേപോലെ എന്താണ്? വെള്ളത്തെ പേടിയുള്ളവരൊക്കെ ഉണ്ട്. അടുത്ത്, നായ്ക്കൾ അല്ലെങ്കിൽ ചിലന്തികൾ പോലുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ, ഇതിനെയൊക്കെ പേടിയുള്ളവരുണ്ട്. അതിനെയൊക്കെ നമ്മളെ സ്പെസിഫിക് ഫോബിയ എന്ന് പറയും. എന്തൊക്കെയാണ്? നായകളെ പേടി, ചിലന്തികളെ പേടി, മൃഗങ്ങളെ പേടി. അടുത്ത്, സൂചികൾ, അപകടങ്ങൾ അല്ലെങ്കിൽ എന്താണ്? മെഡിക്കൽ നടപടിക്രമങ്ങൾ, രക്തത്തെ പേടി, കുത്തിവയ്പ്പ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഒരു പേടിയാണ്. പരിക്ക് പറ്റി, ഇതൊക്കെ പേടിയാണ്. അടുത്ത്, ശ്വാസം മുട്ടൽ, ഛർദി, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, കോമാളികൾ, ഇതിനെയൊക്കെ പേടിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെസിഫിക് ഫോബിയകളുടെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഓരോ സ്പെസിഫിക് ഫോബിയയും അതിൻ്റേതായ പേര് ചേർത്താണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫിക് ഫോബിയയും അതിൻ്റേതായ പേര് ചേർത്ത് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഉദാഹരണത്തിന്, ഉയരത്തോടുള്ള ഭയത്തിന്, ഞാൻ ആദ്യമേ പറഞ്ഞ എന്താണ്? ഉയരത്തോടുള്ള ഭയത്തിന് നമ്മൾ എന്തെന്ന് പറയും? ആക്രോഫോബിയ എന്ന് പറയും എന്നും, പരിമിതമായ ഇടുങ്ങിയ ഇടങ്ങളെ ഭയപ്പെടുന്നതിന് ക്ലോസ്ട്രോഫോബിയ എന്നും പറയും. നമുക്ക് കുറേ ഫോബിയാസൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉയരത്തോടുള്ള ഭയത്തിന് ആക്രോഫോബിയ എന്നും, പരിമിതമായ ഇടുങ്ങിയ ഇടങ്ങളെ ഭയപ്പെടുന്നതിന് ക്ലോസ്ട്രോഫോബിയ എന്നും പറയും. ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്ക് PSC പരീക്ഷകൾക്ക് ഫോബിയാസ് ചോദിക്കുമ്പോൾ നമ്മുടെ സൈക്കോളജി അല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടാം. എന്താണ്? ഓരോ സ്പെസിഫിക് ഫോബിയയും അതിൻ്റേതായ പേര് ചേർത്താണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സാമൂഹിക ഭയം അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയാസ്. നമ്മുടെ അടുത്തൊരു ടോപ്പിക് നമ്മുടെ സാമൂഹിക ഭയം. നമ്മുടെ ആക്രോഫോബിയ ഒക്കെ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മുടെ സ്പെസിഫിക് ഫോബിയ പറഞ്ഞു, നമ്മൾ സാമൂഹിക ഭയം അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ചില സാമൂഹിക സാഹചര്യങ്ങളിൽ അസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഒരു സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യന് സംഭവിക്കാം. എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ
അസ്വസ്ഥത തോന്നുന്നത് എന്താണ്? ഒരു സ്വാഭാവിക കാര്യമാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറേ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു അസ്വസ്ഥത തോന്നുന്നത് അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് അസ്വസ്ഥത തോന്നാതിരിക്കാം. എന്നാൽ ഇത് തീവ്രമാകുന്ന ഒരു അവസ്ഥയെ നമുക്ക് സോഷ്യൽ ഫോബിയ എന്ന് പറയാം. അപ്പോൾ എന്താണ്, നമ്മൾ ചില സാമൂഹിക സാഹചര്യങ്ങളിൽ അസ്വസ്ഥത തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ എന്താണ്, ഇത് തീവ്രമായ രീതിയിൽ ആകുകയാണെങ്കിൽ ആ അവസ്ഥയെ നമുക്ക് എന്തെന്ന് പറയാം? നമുക്കതിനെ സോഷ്യൽ ഫോബിയ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഭയമെന്ന് നമുക്ക് പറയാം. ഉദാഹരണം പറയുന്നത് എന്താണ്? മറ്റുള്ളവർ പരസ്യമായി കളിയാക്കുമെന്ന ഭയത്താൽ ഒരു ജോലി ചെയ്യാൻ ഭയപ്പെടും. ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടറൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്പനികളിൽ നമ്മുടെ ഗ്രൂപ്പ് തിരിഞ്ഞായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ചിലർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കാണും. അതേപോലെ തന്നെ ചിലർക്ക് ചില സമയങ്ങളിൽ വർക്ക് കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, കളിയാക്കലുണ്ടാകാം. നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഇതുള്ളതാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഉള്ള ആ ഒരു കളിയാക്കലിൽ എന്താണ്, നമുക്ക് ചിലവർ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു കളിയാക്കൽ കണ്ടിട്ട് ആ ഒരു ജോലി തന്നെ ചെയ്യാൻ ഭയപ്പെടുന്ന അവസ്ഥ. നമ്മുടെ ഇടയ്ക്കൊരു നമ്മുടെ CPO ആയിട്ടുള്ള ഒരാൾ ജോലി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. മലപ്പുറം എന്തോ അങ്ങനെ എന്തോ ആണ് ന്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ സാമൂഹിക ഭയം അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയയ്ക്ക് ഉദാഹരണം. നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എക്സാമ്പിളൊക്കെ പറയുന്നത്. അടുത്ത പോയിന്റ്, സോഷ്യൽ ഫോബിയ എന്ന് വിളിക്കപ്പെടുന്ന സോഷ്യൽ ആക്ടിവിറ്റി ഡിസോർഡറിൽ ദൈനംദിന ഇടപെടലുകൾ കാര്യമായ ഉത്കണ്ഠയ്ക്കും നാണക്കേടിനും കാര്യമാകുന്നു. അപ്പോൾ സോഷ്യൽ ഫോബിയ എന്ന് വിളിക്കപ്പെടുന്ന സോഷ്യൽ ആക്ടിവിറ്റി ഡിസോർഡർ എന്ത് ചെയ്യുന്നു? ദൈനംദിന ഇടപെടലുകൾ കാര്യമായ ഉത്കണ്ഠയും അതേപോലെ എന്താണ്, കാര്യമായ ഉത്കണ്ഠയും നാണക്കേടിനും കാരണമാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സോഷ്യൽ ഫോബിയ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സോഷ്യൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിസോർഡറിൽ ദൈനംദിന ഇടപെടലുകൾക്ക് എന്ത് ചെയ്യുന്നു? കാര്യമായ ഉത്കണ്ഠയും നാണക്കേടിനും കാര്യമാണ്. മലയാളം എനിക്ക് കുറച്ച് പാടാണ്. അടുത്ത പോയിന്റ്, സമൂഹത്തിലെ മറ്റുള്ളവർ സൂക്ഷ്മമായി വിലയിരുത്തുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുമോ എന്നുള്ള ഭയമാണ് സോഷ്യൽ ഫോബിയ. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അവൻ എന്ത് വിചാരിക്കും, അവൻ എന്നെ നോക്കുന്നുണ്ടോ, അവൻ എന്തെങ്കിലും എന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ, ഇതൊക്കെ തോന്നുന്നത് എന്താണ്? സോഷ്യൽ ഫോബിയയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ സമൂഹത്തിലെ മറ്റുള്ളവർ സൂക്ഷ്മമായി വിലയിരുത്തുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുമോ എന്നുള്ള ഒരു ഭയമാണെന്ത്? സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, വ്യക്തിത്വ സവിശേഷതകളെയും ജീവിതാനുഭവങ്ങളെയും ആശ്രയിച്ച സാമൂഹിക സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. അപ്പോൾ നമ്മൾ വ്യക്തിത്വ സവിശേഷതകളെയും അതേപോലെ തന്നെ ജീവിതാനുഭവങ്ങളെയും ആശ്രയിച്ച് സാമൂഹിക സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പലർക്കും വ്യത്യാസപ്പെടും. പലർക്കും പല സാമൂഹിക സാഹചര്യങ്ങളായിരിക്കുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത പോയിന്റ് ഒരു സൈഡ് ഹെഡിങ് ആണ്, സാമൂഹിക ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഒരു സാമൂഹിക ഉത്കണ്ഠ ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിലൊന്നാമത് പറയുന്നത് പ്രതികൂലമായി വിലയിരുത്തുന്ന സാഹചര്യങ്ങളോടുള്ള ഭയം. അപ്പോൾ പ്രതികൂലമായിട്ട് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിനോടുള്ള ഭയം. അതേപോലെ തന്നെ ലജ്ജിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയം. അറിയാലോ, ഇത് ഞാൻ ഓവറായിട്ട് പറയുന്നില്ല. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളെവിടെയും ജോലി ചെയ്യുമ്പോൾ അവരെന്നെ ലജ്ജിപ്പിക്കുകയോ അവരെന്നെ അപമാനിക്കുകയോ ആ ഒരു ഭയം. അതേപോലെ തന്നെ അപരിചിതരുമായി ഇടപഴകുന്നതിനോ സംസാരിക്കുന്നതിനോ ഉള്ള തീവ്രമായ ഭയം. ഉത്കണ്ഠാകുലരാണെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ എന്നുള്ള ഒരു വ്യക്തിയുടെ ഭയം. സംസാരിക്കുമ്പോൾ വിറയ്ക്കുക, അമിതമായി വിയർക്കുക, അതേപോലെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമോ എന്ന ഭയം. ഒരു 800 വന്നിട്ടുണ്ട്, എവിടെ നിന്ന് വന്നതെന്നറിയില്ല. ഓക്കെ, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമോ എന്ന ഭയം. അതേപോലെ തന്നെ നാണക്കേട് ഭയന്ന്. എന്താണ് നാണക്കേട് ഭയന്ന്? കാര്യങ്ങൾ ചെയ്യുന്നതോ ആളുകളോട് സംസാരിക്കുന്നതോ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അപ്പോൾ നാണക്കേട് ഭയന്ന് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യുന്നത് ഒഴിവാക്കുക, അതേപോലെ തന്നെ ആളുകളോട് സംസാരിക്കുന്നതോ ഒരു വ്യക്തി ഒഴിവാക്കുന്നു. ലാസ്റ്റ് പറയുന്നത് എന്താണ്? ശ്രദ്ധാകേന്ദ്രമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. അപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ത്? നമ്മുടെ സാമൂഹിക ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. പ്രതികൂലമായി വിലയിരുത്തുന്ന സാഹചര്യങ്ങളോടുള്ള ഭയം. അടുത്ത് ലജ്ജിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയം. അപരിചിതരുമായി ഇടപഴകുന്നതിനോ സംസാരിക്കുന്നതിനോ ഉള്ള തീവ്രമായ ഭയം.
ഉത്കണ്ഠാകുലരാണെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന ഭയം, സംസാരിക്കുമ്പോൾ വിറയ്ക്കുക, അമിതമായി വിയർക്കുക, അതേപോലെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമോ എന്ന ഭയം, അതേപോലെ തന്നെ നാണക്കേടുകൾ ഭയന്ന് കാര്യങ്ങൾ ചെയ്യുന്നതോ ആളുകളോട് സംസാരിക്കുന്നതോ അതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി ഒഴിവാക്കുന്നു. ലാസ്റ്റ് എന്താണ്, ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുമോ, അതേപോലെ തന്നെ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യില്ല, സംസാരിക്കുക. കാരണം എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമോ എന്നുള്ള ആ ഒരു ഭയം. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് നമ്മൾ വലുതായിട്ടൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അടുത്ത പോയിന്റ്, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വിറയ്ക്കുക, വിയർക്കുക, വയറുവേദന, വയറിന് അസ്വസ്ഥത അല്ലെങ്കിൽ ഓക്കാനം, അമിതമായി ശ്വാസമെടുക്കുക, തലകറക്കം, മനസ്സ് ശൂന്യമായതായി തോന്നുക, പേശീമുറുക്കം, ഇതൊക്കെ എന്താണ്, ശാരീരികമായി കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഫോബിയ ഉള്ള ഒരു വ്യക്തി എന്തൊക്കെ കാണിക്കും? അവന് ഹൃദയത്തിലുള്ള ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും, അൺകൺട്രോളബിൾ ആയിരിക്കും. അവൻ നല്ല വൃത്തിയായിട്ട് വിറയ്ക്കും. പിന്നെന്താണ്, വിയർക്കും, വയറുവേദന, വയറിന് അസ്വസ്ഥത അല്ലെങ്കിൽ ഓക്കാനം, അമിതമായി ശ്വാസമെടുക്കുക, തലയിറക്കം, മനസ്സ് ശൂന്യമായതായി തോന്നുക, അതേപോലെ തന്നെ പേശി പിരിമുറുക്കം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് ശാരീരികമായ കാണിക്കുന്ന ലക്ഷണങ്ങൾ. നമ്മുടെ മറ്റേ അഗറോഫോബിയ പോലെ തന്നെ ഏകദേശം എന്താണ്, സെയിം ആണ്. അടുത്ത്, ഫോബിയ കാരണം വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ സോഷ്യൽ ഫോബിയാണ്. അപ്പോഴെന്തായിരിക്കും ആദ്യം പറയുന്നത്, കുറഞ്ഞ ആത്മാഭിമാനം. സോഷ്യലി എന്താണ്, അവൻ ആത്മാഭിമാനം കുറവായിട്ട് തോന്നും. ഏതെങ്കിലും ഒരു വസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള പ്രശ്നം, സാമൂഹിക പങ്കാളിത്തത്തിനുള്ള കുറഞ്ഞ ഇടപെടൽ, സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അപ്പോൾ എന്തൊക്കെയാണ് ഫോബിയ കാരണം ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ്? കുറഞ്ഞ ആത്മാഭിമാനം, ഏതെങ്കിലും ഒരു വസ്തുതയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള പ്രശ്നം, സാമൂഹിക പങ്കാളിത്തത്തിനുള്ള കുറഞ്ഞ ഇടപെടൽ, സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ, എല്ലാവരും അങ്ങനെയല്ല, ചില ആൾക്കാർ എന്ത് ചെയ്യാം, ലഹരി വസ്തുക്കളുടെ ഇടയിൽ ചെന്ന് പെട്ടേക്കാം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സോഷ്യൽ ഫോബിയ അവന് ഉണ്ടാവും. നമ്മുടെ ചുറ്റുപാട് കാണുന്നതാണല്ലോ, അത്രയൂടെ പറയുന്നുള്ളൂ. അടുത്ത പോയിന്റ്, ഇത്തരം വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് പുതിയ ആളുകളുമായി കണ്ടുമുട്ടുന്നതിനും സാമൂഹിക ഒത്തുചേരലിനും ഒന്നുകൂടി പറയാം, സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്നു. അവരുടെ ഭയം യുക്തിരഹിതമാണെന്ന് തോന്നിയേക്കാമെങ്കിലും അവയെ മറികടക്കാൻ എന്ത് ചെയ്യില്ല, അവർക്ക് സാധിക്കില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ ഇത്തരം വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് പുതിയ ആളുകളുമായിട്ട് എന്താണ് കണ്ടുമുട്ടുന്നതിനും അതേപോലെ തന്നെ സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പുതിയ ആളുകളായിട്ട് കണ്ടുമുട്ടുക എന്നവർക്ക് വലിയ താല്പര്യം കാണില്ല. താല്പര്യം കാണാത്തില്ല, എന്താണ് അവർക്കൊരു ഒരു ഭയമാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒത്തുചേരലുകളോ കൂട്ടായ്മകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ അതിനും ആ ഒരു പങ്കെടുക്കുന്നതിനും എന്ത് ചെയ്യും, അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവരുടെ ഭയം യുക്തിരഹിതമാണെന്ന് തോന്നിയേക്കാമെങ്കിലും അവയെ മറികടക്കാൻ എന്ത് ചെയ്യില്ല, അവർക്ക് സാധിക്കില്ല. അടുത്ത പോയിന്റ്, ഭയം പൊതുവെ കുട്ടിക്കാലത്തോ കൗമാരപ്രായത്തിലോ ആരംഭിക്കുന്നു. അപ്പോൾ ഭയം എപ്പോൾ ആരംഭിക്കുന്നു? പൊതുവെ കുട്ടിക്കാലത്തോ കൗമാരപ്രായത്തിലോ ആണ് ആരംഭിക്കുന്നത്. ഭയത്തിൻ്റെ ഉറവിടത്തെ കണ്ടെത്തി ഒഴിവാക്കുന്നത് മൂലം ഇത്തരം ഭയം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭയത്തിൻ്റെ ഉറവിടത്തിനെ കണ്ടെത്തി അത് ഒഴിവാക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത്തരം ഭയം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുവാൻ സാധിക്കുന്നു. എന്നാൽ സൈക്കോ തെറാപ്പിയിലൂടെയും മരുന്നിൻ്റെ സഹായത്തോടെയും ഭയത്തിൻ്റെ അളവിനെ കുറയ്ക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുവാനും കഴിയും. എന്നാൽ എന്താണ്, നമ്മുടെ സൈക്കോ തെറാപ്പിയിലൂടെയും മരുന്നിൻ്റെ സഹായത്തോടെയും എന്ത് ചെയ്യാം, ഭയത്തിൻ്റെ അളവിനെ കുറയ്ക്കാനും പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തുവാനും കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സാമൂഹിക ഭയത്തിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോബിയ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇമിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മോഡലിംഗ് എന്താണെന്നും അറിയാം. അത് തന്നെയാണ് ഇവിടെ പഠിക്കാനും ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.